ഗുഡ് മോർണിംഗ്. സൺഡേ അല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് ലാഗായിട്ട് നിന്ന് ജോലി ചെയ്യാമെന്ന് വിചാരിച്ച് 9 മണിയായപ്പോൾ ചാടി എണീറ്റിട്ടുണ്ടേ. എന്നിട്ട് രാവിലെ തന്നെ ക്ലീനിങ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്യാസ് എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. പക്ഷേ എന്ത് ചെയ്യുക, പുറവേ ഒരു പണി വരുന്നുണ്ടേ. ഗ്യാസൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അടുപ്പിൽ ചോറ് തിളപ്പിക്കാനങ്ങ് വെച്ചേ. എന്നിട്ട് ഇഡ്ഡലിക്ക് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈസി ആയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിന്ന് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണേ. അപ്പോഴാണ് അവിടെ നിന്നൊരു വിളി, എനിക്ക് വയറുവേദന എടുക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അവൻ വൊമിറ്റ് ചെയ്യാനങ്ങ് പോയേ. ഒരു 2-3 പ്രാവശ്യമെങ്കിലും അവൻ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ് ട്രബിളിൻ്റെ ടാബ്ലറ്റും ഇഞ്ചി നീരും ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ കൈ ഒതുങ്ങത്തില്ലെന്ന് വിചാരിച്ചപ്പോഴേ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഇക്കായി അങ്ങ് വിളിച്ചു. പിന്നെ എനിക്ക് പേടിയായി, വയറുവേദനയല്ലേ, പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട, അതേ അങ്ങ് പോകാൻ പറ്റൂലല്ലോ, എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ കുഞ്ഞിന് കൊടുക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ഞാൻ തേങ്ങയൊക്കെ പോയിച്ചിട്ട് കൊണ്ടുവന്ന് തേങ്ങ തിരുവി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചേ. ഇഡ്ഡലിക്ക് പിന്നെ പെട്ടെന്നൊരു ചട്നി തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ തേങ്ങയെല്ലാം അങ്ങ് തിരുവി എടുക്കുന്നുണ്ട്. ആ സമയത്തേക്ക് നമ്മുടെ ഇഡ്ഡലി റെഡി ആവുന്നുണ്ട്. ഇഡ്ഡലി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തേ. പിന്നെ മുളക് പൊടിയും ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും, ഇവിടെ പിന്നെ ചെറിയുള്ളി കിട്ടാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചങ്ങെടുക്കുക. അപ്പോഴേക്കും നമ്മളതാ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി പിന്നെ ഞാൻ തണുക്കാനായിട്ട് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് അങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ടേ. 2 പേർക്ക് കഴിക്കാനുള്ള ഇഡ്ഡലി മാത്രമേ ഞാൻ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി ഞാൻ മാവെടുത്ത് ഫ്രിഡ്ജിലങ്ങ് കയറ്റി. പിന്നെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില ഒഴിച്ചിട്ട് നമുക്ക് ആ അരപ്പം ഒഴിച്ചു കൊടുക്കാം. പിന്നെ എനിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാതായപ്പോഴത്തേക്കും വീണ്ടും ഞാൻ ഒരു ഫ്രൂട്ട്സ് കുറച്ച് കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇഡ്ഡലി എല്ലാം ഞാൻ റെഡിയാക്കി അങ്ങ് എടുത്തേ. അപ്പോഴേക്കും അനാൻകുട്ടൻ ബ്രഷൊക്കെ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ചായ അതിൻ്റെ ഇടയ്ക്ക് കൂടി അങ്ങ് ആക്കി. പിന്നെ ഞാൻ അനാൻകുട്ടന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഏകദേശം 9:30 ആയി. അപ്പോഴേക്കും ഞാൻ അവന് ഫുഡൊക്കെ കൊടുത്ത് ഞാനൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ കഥയൊന്നും പറയണ്ടല്ലോ, പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഹോസ്പിറ്റലിൽ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം പിന്നെ ഡോക്ടറെ കാണാൻ കയറി. 2-3 പ്രാവശ്യം വൊമിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആൾ തളർന്നു പോയി കേട്ടോ. പിന്നെ വന്ന് OP ടിക്കറ്റൊക്കെ എടുത്ത് ഡോക്ടറെ കാണാനായിട്ടങ്ങ് കയറി കേട്ടോ. പനിയുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കി, പക്ഷേ പനിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അവന് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെന്ന്. അപ്പോൾ അതായിരുന്നു സംഭവം. അങ്ങനെ ഗ്യാസൊക്കെ കയറിയിട്ട് വയറുവേദന എടുത്താണ് വൊമിറ്റ് ചെയ്യാനുള്ള കാര്യം. അങ്ങനെ പിന്നെ ഡോക്ടറെയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഫാർമസിയിൽ നിന്ന് പോയി മരുന്നൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു പൈവളിക ജംഗ്ഷനിലോട്ട്. എന്തായാലും ഇവിടെ വരെ വന്നേലേ, നമുക്ക് കുറച്ച് ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ജംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ടേ. പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച്. പിന്നെ അവന് അധികം ആഹാരമൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കരിക്കും ജ്യൂസും കൂടെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് വിട്ടു. പിന്നെ ക്ഷീണം തീർക്കാനായിട്ട് ഒരു കുൽഫിയിലങ്ങ് ഒതുക്കിയേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും വേഗം അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബായ്.